ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഡോക്ടർ ആവണി ഹർഷൻ, ഒരു വുമൻസ് ഹീലിംഗ് ആൻഡ് എംപവർമെൻറ്റ് കോച്ചാണ്. ഇന്ന് നമുക്ക് ഹൗ ടു അട്രാക്റ്റ് മണി അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ രണ്ട് പവർഫുൾ മെത്തേഡ് പറഞ്ഞു തരും വീഡിയോയുടെ എൻഡിൽ. അതുകൊണ്ട് ഫുൾ വീഡിയോ കാണണം എല്ലാവരും. ഓക്കെ, മണി എന്തുകൊണ്ടാണ് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? മണി എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ് അച്ചീവ് ചെയ്യാൻ എന്നാണ് പലരുടെയും ധാരണ. പക്ഷേ എങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡ് പവറിൽ കൂടി മണിയുടെ എനർജി ആയിട്ട് വൈബ്രേഷണലി അലൈൻഡ് ആയി എങ്ങനെ നമുക്ക് മണി അട്രാക്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരുപാട് പവറുണ്ട്. നമ്മൾ മൈൻഡ് വിചാരിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഗോൾസ് ഇല്ല. ഇറ്റ് ക്യാൻ ബി ഹെൽത്ത് റിലേറ്റഡ്, ഇറ്റ് ക്യാൻ ബി മണി റിലേറ്റഡ്, കരിയർ റിലേറ്റഡ് ആൻഡ് റിലേഷൻഷിപ്പ് റിലേറ്റഡ്. പക്ഷേ ഇതിനെല്ലാം നമ്മളൊരു ടൈം കൊടുക്കണം. എത്ര ടൈം ഓരോരുത്തരെന്ന് അന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാനൊരു ക്ലിനിക്ക് നടത്തിയിരുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് വന്ന് ചോദിക്കുന്ന മെയിൻ കാര്യമാണ്, ഡോക്ടർ ഇത് എത്ര നാൾ കൊണ്ട് മാറും എന്നാണ് ആദ്യം തന്നെ അവർ ചോദിക്കുന്നത്. സോ ദ തിങ് ഈസ്, പേഷ്യൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും റിക്കവറി ടൈം പീരീഡ് എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്. ഒരാൾക്കൊരു മരുന്ന് കൊടുത്തു എന്ന് വിചാരിച്ച അയാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വിത്തിൻ 1 day 2 days തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അത് റിസൾട്ട് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. ചിലർക്ക് അത് റിസൾട്ടേ കിട്ടാറില്ല. ബിക്കോസ് ഞാനത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ച കാര്യമാണ്. ചില ഡിസീസസ് എല്ലാം ക്രോണിക് ഡിസീസസ് ആണ്. മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, അലർജി, അങ്ങനെ ഒരുപാട് ഡിസീസസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരു സിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനിൽ നമുക്കത് പറ്റില്ല. അതൊരു റിപ്പീറ്റഡ് കൺസൾട്ടേഷൻസ് വേണ്ടി വരും, റൈറ്റ്? സോ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ആൻഡ് എല്ലാ ഹെൽത്ത് ഡിസീസസിൻ്റെയും കാര്യം പറയാനാണെങ്കിൽ അത് ഹെൽത്തിനെ കുറിച്ച് ഞാനൊരു വേറൊരു വീഡിയോ ഇടാം. സോ ഞാൻ ഒരു ഡോക്ടർ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലും അല്ലാതെ ഒരു മൈൻഡ് പവർ എന്നുള്ള രീതിയിലുള്ള ഒരു കോച്ച് എന്ന രീതിയിലും ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതാണ്. ഇന്ന് നമുക്ക് സ്ട്രിക്ട്ലി വി ആർ ഫോക്കസിങ് ഓൺ മണി. സോ ഈ മണി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾക്ക് ഓരോരോ ഫിയേഴ്സ് ഉണ്ട് മണി റിലേറ്റഡ് ആയിട്ട്. അത് ഞാൻ മണി ഹീലിംഗ് കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്, ഫോർ മൈ ക്ലയൻസ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പർ, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു സൂം സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി തരും, എങ്ങനെയാണ് എന്താണ് ഇത് എന്നുള്ളതൊരു ക്ലാരിറ്റി തരും. ഒരു 40 minutes ക്ലാരിറ്റി സെഷനാണിത്. ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് ഏരിയ, അത് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, അങ്ങനെ എന്താണോ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് ഏരിയ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് തരും. സോ അതൊരു 40 minutes ഫ്രീ സെഷൻ ആയിരിക്കും. ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യണം മണി റിലേറ്റഡ്. ഓക്കെ, സോ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും പണത്തെക്കുറിച്ച് ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ, കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിയും. ഇറ്റ് വിൽ ബി ദെയർ ഇൻ യുവർ മൈൻഡ്. പിന്നെ നമ്മൾ അഡൽട്ട് ആവുമ്പോൾ, പിന്നെ നമ്മളൊരു കരിയർ ജോയിൻ ചെയ്യുമ്പോൾ, നമ്മൾ മറ്റ് ഏരിയാസിലെല്ലാം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഓരോ വ്യക്തിക്കും പലതരത്തിലുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും ചൈൽഡ്ഹുഡിൽ കിട്ടിയിരിക്കുന്നത്.
ചില ആളുകൾ പേരൻസ് അല്ലെങ്കിൽ അവരെല്ലാവരും വളരെ എന്താ പറയുക സ്റ്റിഞ്ചി ആയിരിക്കും, ഭയങ്കര പിശുക്കിയിട്ടായിരിക്കും ജീവിച്ചിട്ടുള്ളത്. ക്യാഷ് ഒന്നും അധികം സ്പെൻഡ് ചെയ്യാതെ അങ്ങനെയൊക്കെ ആയിരിക്കാം ജീവിച്ചിട്ടുള്ളത്. സോ അങ്ങനെ വരുമ്പോൾ ഇവർ അഡൾട്ടായി കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സ്കാസിറ്റി മൈൻഡ് സെറ്റ് കിടപ്പുണ്ടാകും. അപ്പോൾ അവർ എത്രയൊക്കെ, നിങ്ങൾക്കറിയാലോ കുറേ പേരുണ്ടാവും ഇങ്ങനെ ആക്ഷൻ എടുത്ത് എത്ര ആക്ഷൻ എടുത്താലും അവർക്ക് ആ ഒരു റിസൾട്ട് അവർക്ക് കിട്ടാറില്ല. അവരുദ്ദേശിക്കുന്ന പോലെ ഒരു മണി ഗോൾ അവർക്ക് കിട്ടാറില്ല. മണി അട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, അങ്ങനെ വേറെ പല പല കാര്യങ്ങളുണ്ട് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നും കിട്ടുന്നത്. നമ്മൾ വലുതാവുമ്പോഴും നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടി നമുക്ക് കിട്ടുന്ന, നമ്മൾ എന്തെങ്കിലുമൊക്കെ മീഡിയയിൽ നിന്നും ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങൾ, സിനിമകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പണത്തെക്കുറിച്ചുള്ള ആ ഒരു കാര്യം, അതെല്ലാം നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോൾ നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. അതല്ലാതുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ നമ്മളത് ഡീപ്പായിട്ട് ഇങ്ങനെയാണല്ലേ, ഇയാൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നല്ലേ, മണി റിലേറ്റഡ് ആയിട്ട് ഇയാൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഓക്കെ അപ്പോൾ ഇതിങ്ങനെയാണ്. സോ അത് നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മളത് എടുക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. മെയിനായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇനി മണി അട്രാക്റ്റ് ചെയ്യണ്ടേ? സോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ട് മണി അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എനർജറ്റിക്കലി അലൈൻഡ് ആയിരിക്കണം മണിയായിട്ട്. നമ്മളൊരു റേഡിയോ ഫ്രീക്വൻസി, ഇപ്പോൾ റേഡിയോ മാംഗോ, അങ്ങനെ പല പല റേഡിയോ ഫ്രീക്വൻസീസ് ഉണ്ടല്ലോ. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വെക്കുമ്പോൾ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ. അതല്ലാതെ വേറെ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കില്ല. ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അയാളെ കിട്ടും, അല്ലാതെ അയാൾ അടുത്ത വീട്ടിലുള്ള ഒരാളുടെ നമ്പറിലേക്കല്ല നമ്മുടെ കോൾ പോകുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സ്കാസിറ്റി മൈൻഡ് സെറ്റിലാണ്. എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ കയ്യിൽ കാശ് വരുന്നേ ഇല്ല, ഇങ്ങനെ എപ്പോഴും കംപ്ലൈൻറ്റ് ആൻഡ് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മണി ഗോൾ ഇതാണ് എങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപ വേണമെങ്കിൽ അവിടെ എത്താനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്, അല്ലേ? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഇവിടെ എത്തണമെങ്കിൽ നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി റൈസ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്, എനർജി റൈസ് ചെയ്യണം. റേസ് യോർ എനർജി. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോൾസ് മീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ 2 പവർഫുൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഞാൻ പറയുന്നതാണ്, അതുവഴി മണി എങ്ങനെ അട്രാക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളിലും എനർജി ഉണ്ട്. ഈവൻ ചന്ദ്രനിൽ വരെ എനർജി ഉണ്ട്, അല്ലേ? ചന്ദ്രൻ്റെ ആ ഒരു എനർജറ്റിക് ഒരു ഇത് കാരണം നമ്മൾക്ക് ടൈഡ്സ് വരെ ഉണ്ടാവുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? അതൊരു ഭയങ്കര ഒരു യൂണിവേഴ്സൽ ഒരു എന്താ പറയുക, ഇറ്റ്സ് എ റിയലി അത്ഭുതകരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മുടെ യൂണിവേഴ്സിൽ, നമ്മുടെ നേച്ചറിൽ തന്നെ നടക്കുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ലൈഫിലും അത് എന്താ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മൾ ഈ കാണുന്ന സൺ, മൂൺ, പ്ലാന്റ്സ്, അങ്ങനെ പല ഇതിൽ മാത്രമല്ല എനർജി ഉള്ളത്, എല്ലാത്തിലും എനർജി ഉണ്ട്. ഓരോരോ ഒബ്ജക്ട്സിൽ എനർജി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിലും ഉണ്ട് ഈ പറയുന്ന എനർജി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ മെത്തേഡ് എന്താണ്, അല്ലേ? അപ്പം എല്ലാവർക്കും മണി മാനിഫെസ്റ്റ് ചെയ്യണം, അതാണ് എല്ലാവർക്കും വേണ്ടത്. So the first method is wallet alignment method. എന്താണ് wallet alignment method എന്ന് പറഞ്ഞാൽ?
ഇപ്പോൾ ഫീമെയിൽസ് എല്ലാവരും പേഴ്സ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ, വാലറ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. അത് നോക്കുമ്പോഴായിരിക്കും കാണുക എന്തൊക്കെ തരം വേസ്റ്റ് അല്ലേ, ചപ്പ് ചവറുകൾ അതിനകത്ത് കിടക്കുന്നത്. നിങ്ങളുടെ മേക്കപ്പ് ഐറ്റംസ്, ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, പല ടിഷ്യൂ പേപ്പർ, കേർച്ചീഫ് വരെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു പ്രത്യേക തരം ഒരു കിറ്റിലോ വല്ല യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതൊന്നും അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാം, നിങ്ങളൊരു ATM പോകുമ്പോൾ തന്നെ അവിടെ റെസിപ്റ്റ്, അവിടെ കിട്ടുന്ന ATM മെഷീനിൽ നിന്ന് വരുന്ന ആ റെസിപ്റ്റ് വരെ നിങ്ങളിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ മാസങ്ങളോളം റെസിപ്റ്റുകൾ അതിനകത്ത് ഇങ്ങനെ കുന്നുകൂടി കിടപ്പുണ്ടാവും അല്ലേ. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ പേഴ്സ് അല്ലെങ്കിൽ വാലറ്റ് ക്ലിയർ ചെയ്യുക. ആൻഡ് അതിൽ നോട്ടുകൾ നല്ല വൃത്തിയിൽ അടുക്കി വെക്കണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ എനർജറ്റിക്കലി മണി ആ ഒരു സ്പേസ് ക്ലിയർ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമ്മുടെ വീട്ടിലെ ചില കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ഇനിയും കണ്ടിട്ടില്ല എനിക്കറിയാം. സോ എല്ലാവരും അതൊന്ന് പോയി കാണുക കേട്ടോ. ഹൗ ടു അട്രാക്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഇൻ യുവർ ലൈഫ്. അത് മൈൻഡ് ക്ലാരിറ്റി വരാനും വളരെ നല്ലൊരു എക്സസൈസ് കൂടിയാണ്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഒരു മെത്തേഡാണ് ഇതും. നമ്മുടെ പേഴ്സിലുള്ള ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ മൈൻഡ് വൈസ് അല്ലെങ്കിൽ നമ്മൾ എനർജറ്റിക്കലി എന്താണ് അതിൽ നിന്നും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ആർ ക്ലിയറിങ് ഇറ്റ് ആൻഡ് വി ആർ അലൗവിങ് that wallet to receive more abundance, more money into it. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഓക്കെ, ആൻഡ് നല്ല വൃത്തിയായിട്ട് ആ പേഴ്സ് വാലറ്റ് സൂക്ഷിക്കണം. ഇനി നോട്ടുകൾ, ഈ നോട്ടുകൾ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, നോട്ട് ഇവിടെ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അല്ലെങ്കിൽ ഞാനത് കാണിച്ചേനെ. പക്ഷെ എന്നാൽ നോട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആണ്, അതുകൊണ്ട് ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല. നോട്ടുകൾ നമ്മളിങ്ങനെ എന്താ പറയുക, വളരെ മോശമായിട്ട് രീതിയിലെല്ലാം ചിലരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യും. അത് നമ്മൾ നിവർത്തി തന്നെ വെക്കണം. അതായത് ഇങ്ങനെ ക്രംബിൾഡായിട്ട് ഇങ്ങനെ എന്തോ വേസ്റ്റൊക്കെ പോലെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മളത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ എനർജി വൈസ് അത് വളരെ ലോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എനർജറ്റിക്കലി മണി ആയിട്ട് നമ്മളെ അലൈൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് അങ്ങനെയുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, സോ ഇത് ഡെയിലി ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. ഒരു ദിവസം ഫോളോ ചെയ്തിട്ട് എന്താ കാര്യം? ഒരു ദിവസം ഇങ്ങനെ ചെയ്തു, ഞാൻ പറയുന്ന പോലെ കേട്ടു, നെക്സ്റ്റ് ഡേ സെയിം തിങ് തന്നെ, അതിനകത്ത് പിന്നെയും വേസ്റ്റോ അങ്ങനെ അതൊക്കെ അത് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ വീട് മാത്രം വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മണി വിൻഡോ മെത്തേഡാണ്. ദിസ് ഇസ് എ വെരി പവർഫുൾ മെത്തേഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു അപ്ലൈ ഓൾസോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിൻഡോ ഒന്ന് 30 സെക്കൻഡ്സ് ഓപ്പൺ ചെയ്യുക. വിൻഡോ 30 സെക്കൻഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പറയും, മൈ ലൈഫ് ടു ന്യൂ മണി. I open my life. I open my life for new money to enter. എന്താണ്? I open my life for new money to enter. അപ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ്
വഴി സിഗ്നൽ കൊടുക്കുകയാണ്, അതായത് ഒരു ആങ്കർ ചെയ്യാണ്. ഈ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ മണി നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു റിസീവിങ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ ഡെയിലി മോർണിംഗ് നിങ്ങൾക്കിത് ചെയ്യാം. സോ ഇതാണ് ഈ 2 പവർഫുൾ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് ഡെയിലി യൂസ് ചെയ്യുക. ഒരു ദിവസം ചെയ്ത് വിട്ട് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അങ്ങനെയാണ്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ലവ്സ് റെപ്പറ്റീഷൻ. നമ്മളത് റെപ്പറ്റീറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻസ് വഴി അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിക്ക് എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യണം. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനും കൂടി സെലക്ട് ചെയ്യണം. ഓക്കെ, then till then have a great time. Bye.